ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോയമ്പിന്റെ 46-ാം ദിവസമായ ഇന്ന് അല്പസമയത്ത് തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 29 മുതൽ 51 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. കുറിവാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 33-35 വാക്യങ്ങൾ. മത്തായി 24-33-35 വാക്യങ്ങൾ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവന്റെ വാതിക്കൽ തന്നെ ആയിരുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, അവന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവന്റെ ആഗമനത്തെക്കുറിച്ചുമാണ്. നാം ഈ നോയമ്പ് കാലം എപ്രകാരമായിരിക്കണമെന്ന് നോക്കാം. നാമും ദൈവവുമായുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്ന് നോക്കാം. പിതാവായ ദൈവം തന്റെ പുത്രനെ ബലിയർപ്പിച്ച് മനുഷ്യനെ നിത്യമായ മരണത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യജീവനെ തിരികെ തരുമെന്ന പ്രതിജ്ഞാന ബന്ധമാണ് ഈ നോയമ്പെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നാം എല്ലായ്പ്പോഴും അവനെ മുറുകെ പിടിക്കുന്നവരും മുറുകെ പിടിച്ച് ജീവിക്കുന്നവരും അവനുമായി അടുപ്പമുള്ളവരും ആയിരിക്കണം. അതുതന്നെയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ദൈവം ഓരോ ക്രിസ്ത്യാനിയുടെ പ്രചോദനം എന്ന് പറയുന്നത്. മത്തായി 24:39 ഇപ്രകാരം പറയുന്നു, നോഹയുടെ ജലപ്രളയ കാലത്തെക്കുറിച്ച്. നോഹ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ചതുകൊണ്ട് അവന്റെ ജീവിതം രക്ഷപ്പെട്ടു. അത് അനുസരിക്കാത്തവർക്ക് വൻ നാശം സംഭവിച്ചതെന്ന് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി ക്രൂശിക്കൽപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവത്തെ ഒരു നോക്കിത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് അവന്റെ പാതയെ പിന്തുടർന്ന് നയിപ്പാൻ നമുക്ക് സാധിക്കണം. നാം ഏതിടങ്ങളിലായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും അവനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരും ആയിരിക്കണം. നാം വീണാലും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ബോധവും നമുക്കുണ്ടായിരിക്കണം. അതുതന്നെയാണ് ഈ നോമ്പ് കാലങ്ങളിലൂടെ ദൈവം ആഹ്വാനം ചെയ്യുന്നത്. രക്ഷ എന്നത് ഒരു ദാനം മാത്രമല്ല, പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം കൂടിയാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. നാളും നാഴിക അറിയായി കൊണ്ട് ഉണർന്നിരിപ്പിൻ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ജീവിതമാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് നാം ദൈവത്തിന്റെ രണ്ടാമത്തെ വരവിനായി ജാഗ്രതയോടെ കാത്തിരിക്കുന്നവരും ആയിരിക്കണം. അതിനായി നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരും അവന്റെ തിരുവചനത്തെ ധ്യാനിക്കുന്നവരും ആയിരിക്കണം. തനിക്കായി കാത്തിരിക്കുന്നവർക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്നും എബ്രായർ 9:28 പറയുന്നു. ഈ ലോകഭ്രമങ്ങളിൽ അകപ്പെട്ടു പോകാൻ നമുക്ക് സാധ്യതകൾ ഏറെയാണ്. എന്നാൽ അതിലൊന്നും വീഴാതെ നമ്മൾ താങ്ങി നിർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഓർത്തുകൊണ്ടും അവനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഈ നോയമ്പ് കാലം നമ്മൾ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവത്സരമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിന്റെ കർത്താവ്, ഈ നോയമ്പ് കാലത്തിൽ കർത്താവ് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തന്ന സാവകാശത്തിനും ആയി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഞങ്ങളുടെ ആരുടെയും വെടുപ്പോ സാമർഥ്യമോ ഒന്നുമല്ല കർത്താവ്, നീ തന്നത് മാത്രം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. അതിന് പ്രകാരം ഞങ്ങളെ ജീവിപ്പാൻ നീ അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവ്. ഒരു നിമിഷം നിന്റെ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവ് അങ്ങയുടെ പാതയെ പിന്തുടർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾക്കായി ജീവൻ യേശു നാമത്തിൽ തന്നെ താഴ്മയോടെ യാചിക്കുന്നു. കൃപയാർത്ഥം കേൾക്കുമാറാണമേ.